LD ക്ലർക്കിൻ്റെ 9 ജില്ലകളിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജുകൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് 9 ജില്ലകളിലാണ് വന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പല വീഡിയോയിലും പറഞ്ഞ 1-2 ജില്ലകളിലേത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ജില്ലകളിലേത് ഏകദേശം സെയിം ആയിട്ടുള്ളൊരു കട്ട് ഓഫ് ഒക്കെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളിലും വന്ന ഒരു മാർക്ക് റേഞ്ചും അതുപോലെ തന്നെ ലാസ്റ്റ് ഓപ്പൺ കാറ്റഗറിക്ക് വന്ന മെസ്സേജും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാം. പത്തനംതിട്ട ജില്ലയിൽ 58 മാർക്കുള്ള ഓപ്പൺ കാറ്റഗറി ഉദ്യോഗാർത്ഥികൾക്കാണ് ലാസ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെയുള്ള കാറ്റഗറി മുസ്ലിം, അതുപോലെ തന്നെ ഈഴവ, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റുള്ള ബാക്കിയുള്ള കാറ്റഗറിക്ക് ഏകദേശം 56 വരെയും 55 വരെയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം നോക്കുമ്പോൾ 72.33 ലാസ്റ്റ് മെസ്സേജ് വന്ന OC-യുടെ മാർക്ക്. ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 70ഉം 71 റേഞ്ചുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തൃശ്ശൂർ നോക്കുമ്പോൾ 60.33 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. കട്ട് ഓഫ് അല്ല, ഓപ്പൺ കാറ്റഗറിയുടെ മാർക്ക് ഏകദേശം ഓപ്പൺ കാറ്റഗറിയുടെ അടുത്ത മാർക്ക് തന്നെയാണ് കട്ട് ഓഫ് ആയിട്ട് വരാനും സാധ്യതയുള്ളത് ഇപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക്. അപ്പോൾ 60ൻ്റെ താഴോട്ടുള്ള ബാക്കിയുള്ള കാറ്റഗറിക്കും മെസ്സേജ് വന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് കണ്ണൂർ നോക്കുമ്പോൾ 56.33 ആൾക്കാണ് ലാസ്റ്റ് മെസ്സേജ് വന്നത് ഓപ്പൺ കാറ്റഗറി. അതിന് താഴോട്ടുള്ള കാറ്റഗറിക്കാർക്കും മെസ്സേജ് വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 59.66 മാർക്കുള്ള ഓപ്പൺ കാറ്റഗറിക്കാരന് മെസ്സേജ് വന്നപ്പോൾ അതിനടിയിലോട്ടേക്ക് ഒരു 2-3 മാർക്ക് ഡിഫറൻസിലുള്ള സപ്ലിമെൻ്ററി ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 57 മാർക്കാണ് ലാസ്റ്റ് നമുക്ക് അറിയാൻ സാധിച്ച ഓപ്പൺ കാറ്റഗറിക്കാരൻ്റെ മാർക്ക്. അത് കഴിഞ്ഞ് പാലക്കാട് 63.33, ആലപ്പുഴ 63. ഇത് ആലപ്പുഴയും കോഴിക്കോടും ഏകദേശം ഒരു ദിവസം തന്നെ നടന്ന എക്സാമാണ് ഈ ആലപ്പുഴയും കോഴിക്കോടും. അപ്പോൾ ആലപ്പുഴ 63 ഓപ്പൺ കാറ്റഗറിക്കാരൻ വന്നത്. പക്ഷേ കോഴിക്കോട് താരതമ്യേന ഒരു കൂടിയ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ജില്ലയായതുകൊണ്ട് തന്നെ കോഴിക്കോട് 69.33 ഓപ്പൺ കാറ്റഗറിക്കാരനാണ് വന്നത്. അതുകൂടാണ്ട് ചില ഉദ്യോഗാർത്ഥികൾ പറയുന്നു 68.67 ഉദ്യോഗാർത്ഥികൾക്കും വന്നിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും ഒരു ചർച്ച ഈ ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ദിവസം ഇന്നാണ് കോഴിക്കോടിൻ്റെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത്. ഇനിയിപ്പോൾ 5 ജില്ലകളുടെ കൂടെ വരാനുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം, അതുപോലെ തന്നെ കോട്ടയം ജില്ലകൾ. ഇവിടെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ്, അതുപോലെ മലപ്പുറം, ഇടുക്കി, അവിടെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരും ദിവസങ്ങളിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കട്ട് ഓഫ് ഏകദേശം സമാനമായിട്ട് തന്നെയാണ് വന്നത്. അതിൽ നമ്മളോട് തെറ്റിപ്പോയത് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലാണ് ഒരു തെറ്റ് വന്നത്. തിരുവനന്തപുരം ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ അതിനുള്ളിൽ തന്നെയുള്ള ഒരു കട്ട് ഓഫ് ആണ് വന്നത്. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഖാദി ബോർഡ് എക്സാമിന് നമ്മൾ പറഞ്ഞ കട്ട് ഓഫ് വളരെ മണ്ടത്തരമായിട്ടാണ് തീർന്നിട്ടുള്ളത്. അതും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ആളുകൾ നല്ല രീതിക്ക് ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നല്ല രീതിക്ക് മുന്നോട്ട് പഠിക്കുക. അതുപോലെ വരാൻ സാധിക്കാതെ അടുത്തെത്തി നഷ്ടമായ ആളുകൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ അടുത്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുക. പ്രിലിംസൊക്കെ പാസ്സാവാനുള്ള മാർക്ക് നേടിയെടുത്തവരും അതുപോലെ തന്നെ അടുത്ത 2 ഘട്ടങ്ങളിൽ പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് നല്ല രീതിക്ക് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ 2025 നല്ലൊരു ഗവൺമെൻറ് ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നല്ലൊരു ഒരു ഉയർച്ച നിങ്ങൾക്ക് ഈ ഒരു വർഷം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇനി വരുന്ന പറയുന്ന ഏതൊക്കെ തസ്തികളാണ്, CPO, എക്സൈസ് പോലത്തെ തസ്തികൾ, യൂണിഫോം തസ്തികകൾ നോക്കുന്ന ആളുകൾ അത് നോക്കുക. അതുപോലെ തന്നെ അല്ലാത്ത തസ്തികകൾ, സെക്രട്ടറി അസിസ്റ്റന്റ് പോലത്തെ ഡിഗ്രി ലെവൽ തസ്തികകൾ നോക്കുന്ന ഉദ്യോഗാർത്ഥികൾ അതിനു വേണ്ടിയും നല്ല രീതിക്ക് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു മുന്നോട്ടുള്ളൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. നന്ദി.